വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. മുട്ടക്കേക്ക് വെട്ടുകേക്ക് എന്നെല്ലാം പറയും നമ്മൾ കണ്ണൂക്കാർ ഇതിന്. സാധാരണ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിലാണ് ഈ ഒരു വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത്. പരത്തുകയും വേണ്ട, കട്ടുകയും വേണ്ട, ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. ഒരുപാട് പേര് കണ്ടിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതിൽ റവ ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റവ ചേർക്കാണ്ട് ഇത് ശരിയാവുക എന്നെല്ലാം. റവ ചേർത്തിട്ടില്ലെങ്കിലും നല്ല വെട്ടുകേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. 1-2 മാസം വരെയെല്ലാം കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ റവ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. റവ ചേർത്തും ചേർക്കാതെയും ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 5 മുട്ടയാണ് എടുത്തിന്. ആദ്യം ഞാൻ ഉണ്ടാക്കി കാണിച്ചത് 4 മുട്ടക്കുള്ളതേനു. ഇത് 5 മുട്ടക്കുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ 5 മുട്ട ഉടച്ച് ഒഴിച്ചതിന് ശേഷം ഞാനിത് ഇതുപോലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മുട്ടക്ക് 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ അടിച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അരക്കുന്ന സമയത്ത് 2-3 ഏലക്കായി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല, ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കാണ്ടും ഇത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് റവയും ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. മൈദപ്പൊടിക്ക് ഒരു അളവില്ല കേട്ടോ. പിന്നെ നമ്മളെ മുട്ടൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ എല്ലാം ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം 2 കപ്പ് മൈദയും 1/2 കപ്പ് റവയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഇത്ര ലൂസ് നമുക്ക് വേണ്ട, നല്ല കട്ടിയായിട്ടുമല്ല ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പം ഇതിൽ കാണുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ കുഴച്ചെടുത്താൽ മതി. ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും 1/2 കപ്പ് മൈദ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം 3.5 കപ്പ് മൈദയായി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഓരോ മുട്ടൻ്റെ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ മൈദപ്പൊടിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് 3.25 കപ്പ് മൈദയാണ് കേട്ടോ ഈ ഒരു മാവ് കുഴക്കാനായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ ഇതാ ആവശ്യത്തിന് മൈദയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു ലൂസിലാണ്, ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല. ഇനി ഞാനിതാ ഇതുപോലൊരു മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പം മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പാച്ചുല വെച്ചിട്ട് അടിയിലുള്ളതൊക്കെ ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. കൈ കൊണ്ടാകുമ്പോൾ ഒട്ടിപ്പിടിക്കലായിരിക്കും. സ്പാച്ചുല വെച്ചിട്ടാകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ തുടച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ആ ഒരു ബൗളിലേക്ക് എല്ലാം ആക്കിയതിന് ശേഷം സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊരു 10-20 മിനിറ്റ് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാനൊരു അരമണിക്കൂർ അടച്ച് വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 മണിക്കൂറെല്ലാം വെച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ട് അന്നേരം തന്നെ ചുടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചുട്ടാലും മതി. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ള് കയ്യിലില്ലേനു, ഇപ്പോഴാണ് വാങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മാവ് മിക്സ് ആക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം തന്നെ ചേർത്താൽ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും മിക്സ് ആയിക്കോളും. എന്നിട്ടിതാ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. നല്ല എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. സാധാരണ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പരത്തി
പിന്നെ കട്ട് ചെയ്തിട്ടല്ലേ എടുക്കൽ. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ പൊരിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞ് വരും. അതുകൊണ്ട് ഓയിൽ പൊരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഓയിലേക്ക് ചൂടായിട്ടുണ്ടോ നോക്കാൻ ചെറിയൊരു കഷ്ണം മാവ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം മാവ് കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. ഇതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം എണ്ണ ചൂടിലായിരിക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടൂല. പിന്നെ ചെറിയ ഉരുളകളാക്കി ഇട്ടാൽ മതി. ഇതൊന്ന് വലുതാവും. അതുകൊണ്ട് ഒരുപാട് വലുതിട്ട് കഴിഞ്ഞാൽ വലിയതായി പോവും. ഇതുപോലെ ചെറിയ ഉരുളകൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വലുപ്പമായിരിക്കും. നമുക്ക് കഴിക്കാൻ നല്ലൊരു കാണാൻ ഭംഗിയിലുള്ള ആ ഒരു വലുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എല്ലാ ഭാഗവും ഒരുപോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റവ ചേർക്കാണ്ട് ഇതുണ്ടാക്കിയാൽ രസം ഉണ്ടാവുമോ? ശരിയാവുന്നല്ല. റവ ചേർക്കാണ്ടാണ് ഞങ്ങൾ അധികവും ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റ് തന്നെയാണ്. റവ ചേർത്തിട്ട് വേണമെങ്കിൽ ചേർത്തിട്ടും ഉണ്ടാക്കാം. ആദ്യം ഞാൻ കാണിച്ച വീഡിയോയിൽ റവ ചേർത്തിട്ടില്ല. പിന്നെ ക്രിസ്പി ആയിട്ട് നിൽക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ 1-2 മാസം വരെയെല്ലാം നിൽക്കും. ആ ഒരു കാര്യത്തിലും പേടിക്കാനൊന്നുമില്ല. റവ ചേർത്തും ചേർക്കാതെയും ഒക്കെ ഉണ്ടാക്കാം. റവ ചേർത്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആ റവ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന നേരം ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 10 മുട്ടക്കെല്ലാം എടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കുക. പഞ്ചസാരയും പിന്നെ മൈദ നമുക്ക് ഓരോ മുട്ടൻ്റെ വെള്ളത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ്. അതിനൊരു അളവൊന്നുമില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരുപാട് ടൈറ്റ് ആവാണ്ടിരുന്നാൽ മതി, ഒരുപാട് ലൂസും ആവാത്ത രീതിയിൽ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടേരം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ മുഴുവനും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ മുകളിൽ നല്ല ക്രിസ്പിയുമാണ്. നല്ല ഭരണിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ 1-2 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. നമുക്ക് ആവശ്യാനുസരണം രാവിലെയോ വൈകിട്ടോ ചായൻ്റെ കൂടെ കഴിക്കാം. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടെല്ലാം കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.